റിജൽ ലൂക്കോസ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം. ഇന്ന് രാവിലെ വരെ ഇടതുപക്ഷത്തിന് വേണ്ടിയായിരുന്നു താങ്കൾ സംസാരിച്ചത്. അതെ അതെ. എങ്ങനെ പെട്ടെന്ന് ഒരു നിമിഷത്തിന്റെ വ്യത്യാസത്തിലൊക്കെ ഇങ്ങനെ മാറ്റം സാധിക്കുക? ഒരു നിമിഷത്തിന്റെ വ്യത്യാസമല്ല, കുറെ നാളുകളായിട്ട് എന്റെ മനസ്സിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. സാറേ, ഇപ്പൊ മനസ്സിലായിട്ടില്ലേ? ഗ്രഹണം പഠിച്ചാലും അതിന്റെ ഒരു സമയം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നമ്മളെന്നും യുദ്ധപ്രഖ്യാപനങ്ങളായിരുന്നു. ചിലർ പറയുന്നു അതാണ് ഇതാണ്, പക്ഷെ പുതിയ തലമുറ അത് ആഗ്രഹിക്കുന്നില്ല. മൂടി വെക്കാം, വളർച്ചയൊടിക്കാം, പക്ഷേ ഒരു നാളും ഒരു ഇരുത്ത് അത് പുറത്തു വരും. ഞാൻ പുതിയ തലമുറയ്ക്കൊപ്പം യാത്ര ചെയ്യാനും സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്റെ എഴുത്തുകളും എന്റെ ഫ്രീലാൻസ് മാധ്യമപ്രവർത്തനങ്ങളും ഞാൻ ചെയ്തിരിക്കുന്ന ടെലിവിഷൻ പ്രോഗ്രാംസിലെല്ലാം അത് പ്രതിഫലിച്ചിട്ടുണ്ട്. സാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ഇങ്ങനെ പോയാൽ കേരളം പുറകോട്ട് പോകും. അപ്പം മാറ്റത്തിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ള ആ മാനസികമായിട്ടുള്ള മാറ്റം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ BJP-യിൽ ചേർന്നതാണ്. നിങ്ങളുടെയൊക്കെ യുക്തിക്കും മറ്റും ബോധ്യമായ മാത്രം ഇതിനെ ആശ്രയിച്ചാൽ മതി. ഒരു ഡൗട്ട് കൂടി ചോദിക്കാണ്ടായിരുന്നു. കാരണം ഒരു പാർട്ടി വിടുന്ന ഓരോരുത്തരും ഘട്ടം ഘട്ടമായി നിലപാടുകൾ മാറ്റി ഒരു പാർട്ടിയിൽ നിന്ന് മാറുന്നതാണ് കാലഘട്ടമായി കാണുന്നത്. അല്ലെങ്കിൽ അവരെവരെയും ഓരോ വിഷയങ്ങളിലും ഇടതുപക്ഷത്തിന് വേണ്ടി സംസാരിച്ചിട്ട് അങ്ങനെ മാറാൻ ഒരു സ്വിച്ചിട്ട് വരെ മാറാൻ ഒരു പ്രത്യേക കാരണം ഉണ്ടാവില്ല. അത്രയ്ക്ക് ജ്ഞാനം പോരാ എനിക്ക്. സത്യസന്ധമായിട്ട് പറയാൻ അങ്ങനെ ഒരു പ്രത്യേക കാരണമില്ല. കാരണം ഞാൻ പാർട്ടിയുടെ ഒരു ഭാരവാഹിത്വം വഹിച്ചിട്ടില്ല. ഞാൻ പാർട്ടി മെമ്പറാ. എന്റെ തടി ചീത്തയായാലും നീ നല്ല പേരെടുത്തല്ല, അത് മതി. അപ്പം എന്നെ സംബന്ധിച്ചോളം ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അതിനെ കുതികാലി വെട്ടി അല്ലെങ്കിൽ അതിനെ പതിയെ ആ പാർട്ടിനെ തള്ളി പറഞ്ഞുകൊണ്ട് വരിക എന്ന് പറയുന്നത് എന്തോ എനിക്കത് ചേരാത്തൊരാളെന്ന് തോന്നി. മോനെ, ഞാൻ മുഖസ്തുതി പറയാന്ന് വിചാരിക്കരുത്. നീ ഒന്ന് ഈ ജന്മത്ത് നന്നാവില്ല കേട്ടോ. ഞാനൊരു തീരുമാനം എടുത്തത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പൊ ശരിയെന്ന് തോന്നിയപ്പോൾ ആ ശരിയിലേക്ക് ഞാൻ മാറിയത് മാത്രമല്ലാണ്ട് വേറെ ഒരു ഇതുമില്ല. എന്താ ഈ പറയണേ? CPM-നെ പോലെ ഒരു പാർട്ടി പറയാൻ പാടില്ല അതിന്റെ ഇതിലുള്ള വർഗീയതകൾ അതിനെ സപ്പോർട്ട് ചെയ്യുക. അത് നമ്മൾ കുറെ നാളുകളായിട്ട് ഇതിനെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി വർഗീയതയല്ല പറയേണ്ടത്. അപ്പൊ ചോദിക്കും, നിങ്ങൾ വർഗീയത വിളമ്പുന്ന പാർട്ടിയിലേക്കാണെന്ന് പോകുന്നത്. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണോ നയിക്കണം. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഒരളവോല് വെച്ചപ്പോൾ ഇവിടെ വർഗീയത പറയാൻ പറ്റാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കുറഞ്ഞു കുറെ നാളുകളായിട്ട് പച്ച വർഗീയത പറയുന്നത്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ശബരിമല ക്ഷേത്രക്കൊള്ളയിൽ CPM നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണോ താങ്കളുടെ BJP-യിലേക്കുള്ള പോക്ക്? മോനെ, സാർ ചോദിച്ചു ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. എനിക്ക് തോന്നി ഇനി ഈ പാർട്ടിയോടൊപ്പം യാത്ര ചെയ്യുന്നതിൽ അർത്ഥമില്ല. BJP എന്ന് പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടൊപ്പം ചേരുക. മതവിശ്വാസിയാണോ ദൈവവിശ്വാസിയാണെന്നുള്ള അപ്പുറമായിട്ട് ശബരിമല എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ നടത്തിയ കൊള്ള തെറ്റാണെന്ന് പറഞ്ഞ ആദ്യത്തെ ഇടതുപക്ഷ സഖ്യാത്രികൻ ഞാനാണ്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്ത് വരൂ. അതുപോലെ തന്നെ ഞാൻ പോകുന്നു. ബൈ.